ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഇതേപോലെ ഏത് ആപ്ലിക്കേഷൻ വേണോ നമുക്ക് സ്ക്രോൾ ചെയ്യണ്ട, അത് തനിയെ സ്ക്രോളും ചെയ്യും. മുകളിലോട്ടാക്കിയാൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യും, താഴോട്ടാക്കിയാൽ താഴോട്ട് സ്ക്രോൾ ചെയ്യും. ഗൂഗിൾ ക്രോമിലൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് പേജിൽ പോകും. ഇതേപോലെ ഏത് ആപ്ലിക്കേഷൻ വേണോ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ കൂടുതൽ നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ വേദന എടുക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് തന്നെ സ്ക്രോൾ ചെയ്തോളും. ഗൂഗിൾ ക്രോമിൽ മാത്രമല്ല, നമുക്ക് ഗൂഗിളിൽ ഇത് യൂസ് ചെയ്യാം, ഗൂഗിൾ ഫോട്ടോസിൽ യൂസ് ചെയ്യാം, ഗൂഗിൾ ഫയൽസിൽ യൂസ് ചെയ്യാം. അങ്ങനെ പല ആപ്ലിക്കേഷനിലും ഇത് യൂസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഇത് ഏത് ആപ്ലിക്കേഷനാണെന്നും ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും പിന്നെ ഇതെങ്ങനെ നമ്മളെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ കുറച്ച് സെറ്റിങ്സുകൾ അനേബിൾ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തുകൊണ്ട് വരരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ ഫുള്ളും കാണുക, അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഇങ്ങനെ പറഞ്ഞതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ തെറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത ഇതേപോലത്തെ എന്നുള്ള വീഡിയോസുകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി നിങ്ങളെ ഫോൺ നിങ്ങൾ സ്ക്രോൾ ചെയ്യേണ്ട. ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ആപ്ലിക്കേഷൻ തന്നെ മുകളിലോട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ അപ്പോൾ അത് തന്നെ നമ്മളെ ഫോണിൻ്റെ മുകളിലോട്ടും പോകും, താഴോട്ടേക്കും പോകും. ഇങ്ങനെ ഏത് ആപ്ലിക്കേഷനിലാണോ ഉപയോഗിക്കാം, ഗൂഗിളിൽ ഉപയോഗിക്കാം, ഗൂഗിൾ ക്രോമിൽ ഉപയോഗിക്കാം. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഗംഭീരമായ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്ക് അല്ലെങ്കിൽ ആപ്പ് എന്ന ഇതിലായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ശേഷം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗെറ്റ് പെർമിഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫോണിൻ്റെ ഒരു അക്സസിബിലിറ്റിയുടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ ഡൗൺലോഡ് ആപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വിവോ ഫോണാണ്. ചില ഫോണിൽ വ്യത്യാസം ഉണ്ടാകും. ഏത് ഫോണായാലും ഇത് തന്നെ നേരിട്ട് കൊണ്ട് എത്തിക്കുക സെറ്റിങ്സിലുണ്ട്. എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ഈ ഓപ്ഷൻ അനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരും. അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ എടുക്കുക. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം രണ്ടാമത്തെ ഓപ്ഷനായ ബട്ടൺ അപ്പിയറൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഓപ്ഷൻ അനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ അനേബിൾ ചെയ്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കുറേ പെർമിഷൻ അലോ ആയിട്ട് കിടക്കുന്നതാണ്. ഇവിടെ കുറേ അലോ അല്ലാതായിട്ട് കിടക്കുന്നതാണ്. ഇവിടെ അലോ അല്ലാത്തത് അലോ ചെയ്ത് കൊടുക്കുക. അലോ ആയിരിക്കുന്നത് അതവിടെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഇനി ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ലാസ്റ്റ് ഇതിലും കുറേ അലോ ചെയ്ത് കൊടുക്കാണ്ട് വരും. ഓക്കെ, ഇങ്ങനെ തന്നെ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയാണ് നിങ്ങൾ ഈ ആപ്പ് സെലക്ട് ചെയ്യേണ്ടത്. ഈ സെലക്ട് ചെയ്യുന്ന ആപ്പിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യുള്ളൂ.
അപ്പോൾ ഇവിടെ സെലക്ട് ആപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായി വർക്ക് ചെയ്യത്തുള്ളൂ. ഇവിടെ കുറേ ആപ്പുകളൊക്കെ കാണാം. നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ ഏതൊക്കെ ആപ്പിൽ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ടിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഇത് വർക്ക് ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇതിൽ കിടക്കുന്ന ആപ്പിൽ ഏതെങ്കിലും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഗൂഗിൾ ക്രോമിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഇത് 2 തൊട്ട് പറഞ്ഞപ്പോൾ എനിക്ക് തെറ്റിയതാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ശേഷം ഇവിടെ ഗൂഗിൾ ക്രോം നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇത് മാറ്റിയതിന് ശേഷം ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യും. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ആ സെക്കൻഡിൽ തന്നെ ഈ ഓപ്ഷനൊക്കെ പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇത്. മറ്റ് പേജിൽ പോകേണ്ട ഓപ്ഷൻ ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ട. ഇവിടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആ ഓപ്ഷനാണ് ഇത്. എന്നിട്ട് ഇവിടെ എത്ര സ്പീഡ് നിങ്ങൾക്ക് വേണമെങ്കിലും കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ഏത് ആപ്ലിക്കേഷൻ വേണോ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. കണ്ടില്ലേ? ഓക്കെ, കണ്ടില്ലേ? ഇത് ഇപ്പോൾ ഈ പേജ് അവസാനിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഏത് ആപ്ലിക്കേഷൻ വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ 3ാമത്തെ ഓപ്ഷൻ ഹൗ ടു യൂസ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഡീറ്റെയിൽസുകളെല്ലാം ഇതിൽ കാണിക്കുന്നതാണ്. ഓരോ ഡീറ്റെയിൽസുകളും ഇംഗ്ലീഷിൽ കാണിക്കുന്നതാണ്. നമുക്കിങ്ങനെ തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് സ്പീഡ് കൂട്ടേണ്ട ഓപ്ഷൻ. സ്പീഡ് കൂട്ടേ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഏതിൽ വേണോ ഇത് ചെയ്യാം. ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ കൂടെ കാണിച്ചു തരാം. വാട്സപ്പ് തന്നെ ആയിക്കോട്ടെ. സെലക്ട് ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ആപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ ക്രോം വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുത്താൽ മതി. ഇനി വാട്സപ്പ് ഞാൻ നോക്കട്ടെ. കുറച്ച് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് കിടക്കുന്ന കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ ആ ഓപ്ഷനൊക്കെ ഇവിടെ വന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇതുപോലെ എങ്ങനെ നിങ്ങൾ ചെയ്താലും ഇതപ്പോൾ സ്പീഡ് കൂട്ടേണ്ട ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി വേറെ ഒരു രീതിയുണ്ട്. അതിലാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹൗ ടു യൂസ് ആപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്പീഡ് കൂട്ടേണ്ട 2 ഓപ്ഷനുണ്ട്. ഒന്ന് മാത്രമേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏത് ആപ്ലിക്കേഷൻ വേണം നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് വേർക്കുന്നത് അതിൽ ഇങ്ങനെ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ തന്നെ തനിയെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര സ്പീഡ് വേണോ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക്